തദരീണ. നമുക്ക് മനോധർമ്മത്തെക്കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. മനോധർമ്മം ഇനീഷ്യലി നമ്മളൊരു വീഡിയോ ചെയ്തപ്പം മെയിനായിട്ട് 4 സെക്ഷൻസിനെ കുറിച്ച് പറഞ്ഞു. കർണാടകയിലെ മനോധർമ്മം, രാഗ ആലാപനം, പിന്നെ കൽപ്പനസ്വരം, പിന്നെ നിരവൽ, പിന്നെ താനം. ഇതിൽ രാഗം മാത്രമായിട്ട് നമുക്ക് എടുത്തിട്ട് ബ്രീഫായിട്ട് അതിനെക്കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാം. ആലാപനം എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ശരിക്കും ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, രാഗത്തിനെ കുറിച്ചുള്ള ഒരു ഛായ അല്ലെങ്കിൽ ഒരു ഇൻട്രൊഡക്ഷൻ. നമ്മൾ കീർത്തനം പാടുന്നതിന് മുമ്പായിട്ട് ഒരു ഇൻട്രഡക്ഷൻ കൊടുക്കുക എന്നുള്ള, രാഗത്തിനെ കുറിച്ചൊരു ഇൻട്രഡക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഈ ആലാപനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ പിന്നെ പ്രത്യേകിച്ച് അർത്ഥമുള്ള വാക്കുകളൊന്നും ഉപയോഗിച്ചിട്ടുള്ളതല്ല, സ്വരങ്ങളും അല്ല ഉപയോഗിക്കുന്നത്. തദരീന എന്നൊക്കെയുള്ള അക്ഷരങ്ങൾ, വാക്കുകൾ, പിന്നെ ശബ്ദങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ രാഗം ആലാപനം ക്രിയേറ്റ് ചെയ്യുക. അപ്പം അതിൻ്റെ റീസണിങ് രണ്ടെണ്ണമാണ്. ഒന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു തോടി രാഗത്തിൽ ഒരു കീർത്തനം പാടാൻ പോവുകയാണെങ്കിൽ എന്താണ് നെക്സ്റ്റ് രാഗം ഏതാണെന്ന് കേൾക്കുന്ന ആൾക്കൊരു ഐഡിയ കൊടുക്കാൻ, ഇപ്പോൾ നമ്മൾ തോടി രാഗത്തിൻ്റെ ആലാപനം ചെയ്യുമ്പം കേൾക്കുന്ന ആൾക്കാർക്ക് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ഇനി വരാൻ പോകുന്നത് തോടിയാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഒരു ഉദ്ദേശം. രണ്ടാമത്തെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചിലപ്പം ഇതിന് തൊട്ട് മുമ്പ് വേറെ ഒരു കീർത്തനം പാടി നിർത്തിയിട്ടുണ്ടാവാം. ചിലപ്പോൾ കല്യാണി അരിയാൻ പാടിയിട്ടുണ്ടാവാം. അപ്പോൾ കല്യാണി നമ്മൾ പാടി ഒരു കീർത്തനം ആലപിച്ച് നമ്മൾ നിർത്തി. ആ സമയത്ത് നമ്മുടെ മൈൻഡിലും അല്ലെങ്കിൽ കേൾക്കുന്ന ആൾക്കാരുടെ മൈൻഡിലും ഒക്കെ ആ കല്യാണി രാഗത്തിൻ്റെ ഒരു റെസിഡ്യുവൽ പാർട്ട് ബാക്കിയുണ്ടാവും. കുറച്ച് അതിൻ്റെ ഒരു നമ്മുടെ മനസ്സിലിങ്ങനെ തങ്ങി നിൽക്കും. അപ്പം നമ്മൾ ഒരു രാഗത്തിൽ നിന്ന് അതിന്ന് പുറത്ത് കടന്നിട്ട് പുതിയൊരു കീർത്തനത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ അത് പഴയ രാഗം, നമ്മൾ ആദ്യം പാടിയ കീർത്തനത്തിൻ്റെ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്നൊന്ന് മാറിയിട്ട് ഈ പുതിയ കീർത്തനത്തിലേക്ക് വരാൻ വേണ്ടി കൂടിയിട്ടാണ് രാഗം യൂസ് ചെയ്യുക, രാഗാലാപനം യൂസ് ചെയ്യുക. ഇപ്പോൾ ചിലപ്പോൾ എന്താ വെച്ചാൽ, ചില കീർത്തനങ്ങൾ ഇപ്പം കല്യാണിയും തോടി എന്ന് പറയുമ്പം രണ്ടും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള രാഗങ്ങളാണ്. അപ്പോൾ ആ രാഗങ്ങൾ അടുപ്പിച്ച് പാടുമ്പോൾ നമുക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ട് വരില്ല. പക്ഷേ ചില രാഗങ്ങൾ എന്താ പറയുക, സിമിലർ ആയിട്ടുള്ള രാഗങ്ങളുണ്ടാവും. അപ്പോൾ ഒരു രാഗം നമ്മൾ പാടി നിർത്തി, ഇപ്പം പന്തുവരാളി രാഗം അല്ലെങ്കിൽ ഒരു കീർത്തനം പാടി അടുത്തത് പാടാൻ പോകുന്നത് പൂർവി കല്യാണി ആണെന്ന് വിചാരിക്കുക. ഇത് രണ്ടും ചെറിയ സാമ്യതകളുള്ള രാഗങ്ങളാണ്. അപ്പം പുതിയ രാഗം നമ്മൾ ആലപിക്കാൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഈ രാഗാലാപനം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഒരു ബേസ് കിട്ടും. ഓക്കെ, നമ്മൾ തിരിച്ച് പഴയ പന്തുവരാളി നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ മനസ്സിൽ നിന്ന് പോയി ഇതിലേക്ക് തിരിച്ച് അല്ലെങ്കിൽ പുതിയ രാഗത്തിലേക്ക് നമ്മൾ വരുന്നു എന്നുള്ള ഒരു ഉദ്ദേശം കൂടി ആലാപനത്തിലുണ്ട്. അപ്പോൾ ആലാപനം നമ്മൾ ചെയ്യുമ്പം എന്തൊക്കെയാണ് അതിൻ്റെ ബേസിക് സ്റ്റെപ്സ് എന്ന് വേണമെങ്കിൽ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പം പഠിക്കുന്ന കുട്ടികൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒരു രാഗാലാപനം നടത്തുമ്പം? അപ്പം ആദ്യത്തെ സ്റ്റെപ്പായിട്ട് ചെയ്യാവുന്നത് ആകാരം പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ആകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏത് സ്വരമാണെങ്കിലും, ജതിസ്വരമാണെങ്കിലും അല്ലെങ്കിൽ ജണ്ടസ്വരം, അലങ്കാരങ്ങൾ, വർണ്ണങ്ങൾ, ഗീതങ്ങൾ ഏത് വേണമെങ്കിലും നമുക്ക് ആകാരത്തിൽ പാടാം. അതായത് ആ സ്വരങ്ങൾ കംപ്ലീറ്റ് ഒഴിവാക്കിയിട്ട് ആ എന്ന അക്ഷരം കൊണ്ട് മാത്രം നമ്മൾ അത് പാടുക. അപ്പം അങ്ങനെ ചെയ്യുമ്പോഴാണ് അതിന് ആകാരം സാധകം എന്ന് പറയാം. അപ്പം നമുക്ക് ഒരു ജണ്ടസ്വരം എടുക്കുകയാണെങ്കിൽ സ സ രി രി ഗ ഗ രി രി സ സ രി രി ഗ ഗ മ മ രി രി ഗ ഗ മ മ ഗ ഗ രി രി ഗ ഗ മ മ പ പ. ഈ ഒരു ജണ്ടസ്വരം നമ്മൾ ജണ്ടവരിശ എടുക്കുകയാണെങ്കിൽ ഇത് നമുക്ക് ആകാരത്തിൽ പ്രാക്ടീസ് ചെയ്യാം. അപ്പം ബേസിക്കലി നമ്മൾ സ്വരത്തിനെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയിട്ട് അവിടെ ആ അക്ഷരം കൊണ്ട് റീപ്ലേസ് ചെയ്യാണ്. ആ വെച്ച് ചെയ്യാം, ഈ
ഈകാരം വെച്ച് ചെയ്യാം. കാരണം നമ്മൾ രാഗം ആലപിക്കുമ്പം അത്തരത്തിലുള്ള അക്ഷരങ്ങൾ, ശബ്ദങ്ങളൊക്കെ ഉപയോഗിക്കും. അപ്പോൾ അകാരം വെച്ച് ചെയ്യുന്ന പോലെ ഈകാരം വെച്ചും ചെയ്യാം. അപ്പം ഇത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സ്വരങ്ങളുടെ ജണ്ടസ്വരമാണെങ്കിലും ചെറിയ സരളി സ്വരം, ഏത് സ്വരം വേണമെങ്കിലും നമുക്ക് എടുക്കാം. അതിൽ ഇത്തരത്തിൽ നമുക്ക് ആകാരത്തിൽ പ്രാക്ടീസ് ചെയ്യാം. പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ സ്വരങ്ങളെ ഒഴിവാക്കി നമ്മൾ സ്വരങ്ങൾ പാടാതെ അതിന് പകരം ആകാരം പാടുന്നു എന്നേ ഉള്ളൂ. പക്ഷേ സ്റ്റിൽ ആ സ്വരങ്ങളൊക്കെ വിസിബിൾ ആയിരിക്കണം. പാടുമ്പോൾ നമുക്ക് അത് കേൾക്കാൻ പറ്റണം. അതായത് എന്ന് ഞാൻ പറയുമ്പം അവിടെ 2 സ്വരം ഉണ്ടെന്ന് മനസ്സിലാകുന്നുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിൽ നമ്മൾ ഉറപ്പുവരുത്തണം. ഗ ഗ മ മ ആ 4 സ്വരങ്ങൾ അവിടെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 4 സ്വരവും കേൾക്കണം. ആകാരത്തിലാണ് നമ്മൾ പാടുന്നതെങ്കിൽ പോലും അത് കേൾക്കണം. അല്ലെങ്കിൽ അത് എന്ത് പറ്റും വെച്ചാൽ അപ്പോൾ ഒരു സ്വരം മാത്രമേ വരുള്ളൂ, സാരി ഗാരി എന്നേ വരുള്ളൂ. അപ്പം ജണ്ടസ്വരം പോലെയുള്ള ഈ ആവർത്തിച്ച് പാടുന്ന സ്വരങ്ങളൊക്കെ വരുമ്പം അത് തീർച്ചയായിട്ടും നമ്മൾ ഉറപ്പുവരുത്തണം എല്ലാ സ്വരങ്ങളും നമ്മൾ ഉൾക്കൊള്ളിക്കുന്നുണ്ട് ആകാരത്തിൽ എന്നുള്ളത്. ഇത് നമുക്ക് പല സ്പീഡുകളിൽ വേണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യാം. തുടക്കത്തിൽ ഏറ്റവും പതിഞ്ഞ കാലത്തിൽ പാടി നോക്കിയിട്ട് നെക്സ്റ്റ് സ്പീഡിലേക്ക് ഇൻക്രീസ് ചെയ്യാം. അവിടുന്ന് അടുത്ത സ്പീഡിലേക്ക് ഇൻക്രീസ് ചെയ്യാം. ഇത്തരത്തിൽ ആ സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് നമ്മൾ സ്വരങ്ങൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാ സ്വരങ്ങളും കേൾക്കുന്ന രീതിയിൽ വേണം പ്രാക്ടീസ് ചെയ്യാൻ. അപ്പോൾ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പം തുടക്കത്തിൽ എന്തായാലും രണ്ടാമത്തെ സ്പീഡിലൊക്കെ പോകുമ്പം, അല്ലെങ്കിൽ അടുത്ത സെക്കൻഡ് സ്പീഡിലേക്ക് പോകുമ്പം നമ്മൾ ചില സ്വരങ്ങൾ ചിലപ്പോൾ സ്കിപ്പ് ചെയ്യും. അല്ലെങ്കിൽ നമുക്കത് എല്ലാ സ്വരങ്ങളും കേൾക്കുന്ന രീതിയിൽ പാടാൻ ബുദ്ധിമുട്ടായിരിക്കും, ചിലപ്പോൾ കിട്ടിക്കൊള്ളുന്നില്ല. നമ്മളത് പിന്നെയും പ്രാക്ടീസ് ചെയ്യണം, റെക്കോർഡ് ചെയ്യണം. നമ്മൾ പാടുന്നത് നമ്മൾ തന്നെ റെക്കോർഡ് ചെയ്തിട്ട് അത് കേൾക്കണം. കേട്ടിട്ട് നമുക്ക് അതിന് നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച സ്വരങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് റീചെക്ക് ചെയ്യണം. അപ്പം അത്തരത്തിലെല്ലാ എന്താ പറയുക എഫേർട്ട് നമ്മൾ എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. അകാരത്തിൽ ഈകാരത്തിൽ ഒക്കെ നമ്മൾക്ക് പ്രാക്ടീസ് ചെയ്യാറ്. അപ്പോൾ രാഗത്തിന് ആലാപനം ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും. ഇത്തരത്തിലുള്ള സ്വരങ്ങൾ, ഇപ്പോൾ അലങ്കാരങ്ങൾ ഒക്കെ ചെയ്യാം. അലങ്കാരങ്ങൾ ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ പിന്നെ ചെയ്യാവുന്നത് വർണ്ണങ്ങൾ, കുട്ടികൾ വർണ്ണങ്ങൾ പഠിക്കും. അപ്പോൾ വർണ്ണങ്ങൾ അകാരത്തിൽ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. യവരി ബോധ ആഭോഗി രാഗത്തിലെ വർണ്ണമാണ്. അപ്പോൾ അത് നമ്മൾ അകാരത്തിൽ പാടുമ്പോൾ ഇത്തരത്തിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അപ്പം അകാരത്തിൽ മാക്സിമം നമ്മൾ കഴിയുന്നത്ര പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ്. അതിൽ നമ്മുടെ ശബ്ദത്തിന് എല്ലാ ഫ്ലെക്സിബിലിറ്റിയും കൊടുക്കുന്ന ഒരു പ്രാക്ടീസാണത്, ഒരു എക്സസൈസാണ്. അത് പിന്നെ ഒരു ദിവസമോ 2 ദിവസമോ ഒരാഴ്ചയോ 4 മാസമോ കൊണ്ട് നമ്മൾക്ക് പാടി അങ്ങ് ശരിയാക്കാവുന്ന ഒരു കാര്യമല്ല. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ സാധകത്തിൻ്റെ കൂടെ തന്നെ എല്ലാ ദിവസവും അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് എപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നോ അപ്പോൾ ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുക. കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. പക്ഷേ അത് നമ്മൾ ഉടനെ ഒരു 10 പ്രാവശ്യം നമ്മൾ പ്രാക്ടീസ് ചെയ്തു, ഇനി അങ്ങോട്ട് ശരിയാക്കാം, അല്ലെങ്കിൽ ഇനി നമുക്ക് രാഗം ആലപിക്കാം എന്ന് നമ്മൾ വിചാരിക്കുന്നതിൽ അർത്ഥമില്ല. ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ലോങ് ആയിട്ടുള്ള പ്രോസസ്സാണ്. അപ്പം ഷോർട്ട് കട്ട്സ് ഒന്നുമില്ല. നമുക്ക് ഇതൊക്കെ നമ്മൾ വളരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പ്രാക്ടീസ് ചെയ്ത് പതുക്കെ പതുക്കെ അച്ചീവ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ പ്രാക്ടീസ് കഴിഞ്ഞിട്ട്
പിന്നെ ചെയ്യാവുന്നത് കേൾക്കുക, കച്ചേരികൾ ഒരുപാട് കേൾക്കുക എന്നുള്ളത് അടുത്ത സ്റ്റെപ്പാണ്. രാഗ ആലാപനം നമ്മൾ കേൾക്കണം. ഇപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ യൂട്യൂബിലൊക്കെ നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏത് രാഗത്തിൻ്റെ വേണമെങ്കിലും നമുക്ക് പിന്നെ പല ആർട്ടിസ്റ്റുകളുടെ കച്ചേരികളുടെ ഓഡിയോ വീഡിയോ ഒക്കെ ക്ലിപ്പിങ്സ് നമുക്ക് കിട്ടും. ആലാപനം, രാഗാലാപനത്തിൻ്റെ ഒക്കെ ഒരുപാട് വീഡിയോസ് കിട്ടും. അപ്പം അതൊക്കെ നമുക്ക് കേൾക്കാം. കേട്ടിട്ട് അത് നമുക്ക് എന്താ പറയുക, നമുക്ക് അതിലെ സ്വരങ്ങൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. ചില സമയത്ത് ചിലപ്പോഴെങ്കിലും അത് കുറച്ചെങ്കിലും റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. ആരുടെയെങ്കിലും ഒരാളുടെ ഒരു കീർത്തനം അല്ലെങ്കിൽ ഒരു ആലാപനം നമ്മളെടുത്തിട്ട് അത് വെറുതെ കൂടെ പാടി നോക്കുക. അതിൻ്റെ ഒരു ഫ്രേസ് മാത്രം എടുക്കുക. ഒരു ആർട്ടിസ്റ്റ് പാടുന്നതിലത്തെ നമുക്ക് മുഴുവനായിട്ട് ചിലപ്പോൾ അത് റീപ്രൊഡ്യൂസ് ചെയ്യാനൊന്നും പറ്റില്ല. നമുക്ക് എളുപ്പത്തിൽ കേട്ടാൽ നമുക്ക് പറ്റുമെന്ന് തോന്നുന്നൊരു ഫ്രേസ് എടുക്കുക, എന്നിട്ട് അത് നമുക്ക് പാടി നോക്കുക എന്നുള്ളതാണ്.